بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തു തക്വീറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്ത് പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ തുടക്കമായ രണ്ടാമത്തെ ഊത്ത്, സൂറിലുള്ള രണ്ടാമത്തെ ഊത്ത്, ആ ഊത്തിൻ്റെ ശേഷം സംഭവിക്കുന്ന ഖിയാമത്തിൻ്റെ സംഭവ വികാസങ്ങൾ, അതാണ് ഈ സൂറത്തിൻ്റെ വിഷയം, ഉള്ളടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വ്യക്തമാക്കിയതാണ് ഒരു ഹദീസിൽ. ഈ സൂറത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം അഹ്മദും അതുപോലെ ഇമാം തിർമിദിയും ഒക്കെ ഉദ്ധരിച്ചത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത് സഹീഹാണ് എന്ന് പല മുഹദ്ദിസീങ്ങളും, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അതുപോലെ മുൻഗാമികളായ പലരും പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് കാണാം. മൻ സറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി കഅന്നഹു റഅയു ഐൻ. ഖിയാമത്ത് നാൾ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ, ഫല്യഖറ, അവൻ ഓതിക്കൊള്ളട്ടെ ഇദശംസു കുവിറത്ത്, ഇദശംസു കുവിറത്ത് എന്നുള്ള ഈ സൂറത്ത് ഓതിക്കൊള്ളട്ടെ. വഇദസ്സമാ ഉൻ ഫതറത്ത് വഇദസ്സമാ ഉൻ ഷഖത്ത്, അതുപോലെ സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഷിഖാഖ്, ഈ മൂന്ന് സൂറത്തുകളും ഓതിയാൽ ഖിയാമത്ത് നാളിലെ സംഭവങ്ങൾ അവന് തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതുപോലെ കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും എന്ന്. അപ്പോൾ ഈ ഹദീസിൻ്റെ മഖ്സദ്, ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം, അത് അഹ്വാലുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥകൾ അതാണ് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് തുടങ്ങുന്നത് സൂര്യന് ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇത് ഷംസു കുവിറത്ത്, സൂര്യൻ അത് ചുറ്റി പൊതിയപ്പെടുമ്പോൾ, കൗവറ എന്ന് പറഞ്ഞാൽ ലുഫ എന്നാണ് അറബിയിൽ, കുവിറ എന്ന് പറഞ്ഞാൽ ലുഫ. തൽഫീഫ് എന്ന് പറഞ്ഞാൽ ഒരു നീളമുള്ള വസ്തു അല്ലെങ്കിൽ വലിയൊരു വസ്തു അതിനെ ചുരുട്ടി ചെറുതാക്കുന്നതിനാണ് തൽഫീഫ് എന്ന് പറയാം. തലപ്പാവ് ചുരുട്ടുന്നത് പോലെ നീളമുള്ളൊരു തുണിയാണ്, അത് ചുരുട്ടി ചെറിയൊരു അളവിലേക്ക് മാറ്റുന്നു. അങ്ങനെ സൂര്യൻ എന്ന് പറയുന്ന ഈ വലിയ സൃഷ്ടി അതിനെ ചുരുട്ടി ചെറുതാക്കും അന്ന്. അതുപോലെ തന്നെ തഫ്സീറുകൾ കാണാം, രണ്ട് ആശയം ഉൾക്കൊള്ളുന്നുണ്ട് കുവ്വറത്ത് എന്ന് പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ കാര്യം, അതിൻ്റെ വലിപ്പം അത് ചെറുതാകും. അതുപോലെ വദഹബ ദിയാഉഹ, അതിൻ്റെ പ്രകാശം നഷ്ടപ്പെടുകയും ചെയ്യും, വെളിച്ചം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് ശംസു കുവിറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇദൻ നുജൂമു ഇൻകദറത്ത്, അതുപോലെ നക്ഷത്രങ്ങൾ ഇൻകദറ എന്ന് പറഞ്ഞാൽ തനാഥറ, മുതിർന്ന് വീഴുക. ഒരു മാലയിലെ മുത്തുകളൊക്കെ അതിൻ്റെ ആ ചരട് മുറിഞ്ഞാൽ എങ്ങനെയായിരിക്കും വീഴുന്നത്, അതിനാണ് തനാഥറ എന്ന് പറയുക. അതാണ് ഇൻകദറ എന്ന വാക്കിൻ്റെ അർത്ഥം. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്താൽ. വഇദൽ ജിബാലു സുയ്യിറത്ത്, അതുപോലെ പർവ്വതങ്ങൾ അത് ചലിപ്പിക്കപ്പെട്ടാൽ, അത് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ. നമുക്കറിയാം, പല സൂറത്തുകളിലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു നംലിൽ, അതുപോലെ സൂറത്തു നബഇൽ ഒക്കെ പർവ്വതങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം. വതറൽ ജിബാല തഹ്സബുഹ ജാമിദ, സൂറത്തു നംലിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. പർവ്വതങ്ങൾ അത് സഞ്ചരിക്കാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തുവായി നിനക്ക് തോന്നുന്നു. വഹിയ തമുറു മർറ സഹാബ്, അത് മേഘം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുന്നതാണ്. അതുപോലെ തന്നെ വസുയ്യിറത്തിൽ ജിബാലു, സൂറത്തു നബയിൽ എന്താണ് പറഞ്ഞത്, സൂറത്തുൽ കഹ്ഫിൽ അതുപോലെ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ഹാമിദത്തൻ, പർവ്വതങ്ങളെ ഞാൻ സഞ്ചരിപ്പിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വസുയ്യിറത്തുൽ ജിബാലു ഫകാനത്ത് സറാബ, സൂറത്തു നബയിലെ ആയത്ത്. അപ്പോൾ ഇങ്ങനെ പല സൂറത്തുകളിലും പറഞ്ഞിട്ടുള്ളതാണ് പർവ്വതങ്ങളെ കുറിച്ച്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട വലിയ വലിയ സൃഷ്ടികളാണ് ഇതൊക്കെ. സൂര്യൻ, നക്ഷത്രങ്ങൾ, പർവ്വതം. ആകാശത്തുള്ള ഏറ്റവും വലിയ ഒരു സൃഷ്ടിയാണ് സൂര്യൻ. അതുപോലെ ഭൂമിയിലുള്ള വലിയ സൃഷ്ടിയാണ് പർവ്വതങ്ങൾ. ഇതൊക്കെ അന്ന് ഈ പറഞ്ഞതുപോലെ അള്ളാഹു ചുരുട്ടുകയും അതുപോലെ തന്നെ പൊടിയാക്കി, അതുപോലെ കാറ്റിൽ സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യും. വഇദൽ ഇഷാറു ഉത്തുലത്ത്, ഇഷാർ എന്ന് പറഞ്ഞാൽ ഗർഭിണികളായ ഒട്ടകത്തിനാണ്
ഇഷാർ എന്ന് പറയുക. ഈ ഒട്ടകം, ഗർഭിണിയായ ഒട്ടകം എന്ന് പറയുന്നത് അറബികൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്താണ്. കാരണം അതിൻ്റെ കുട്ടി കൂടി വരാനിരിക്കുകയാണ്. ഒട്ടകം എന്ന് പറയുന്നത് വളരെ വില കൂടിയ വസ്തുവാണ്. ഇന്ന് ഒട്ടകം കച്ചവടം ചെയ്യുന്ന ആളുകൾ കോടികൾ വിലപിടിപ്പുണ്ട് ഒരൊട്ടകത്തിന്. നമ്മൾ കാണുന്നത് പോലെയല്ല. വിലപിടിപ്പുള്ള നല്ല ഇനത്തിൽപ്പെട്ട ഒരു ഒട്ടകത്തിന് കോടികൾ വിലയുണ്ട്. അപ്പോൾ അത് തന്നെ ഗർഭിണിയാണെങ്കിൽ അതിൻ്റെ വില ഇരട്ടിക്കും. അങ്ങനെയുള്ള ഈ ഒട്ടകങ്ങൾ, ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉത്തിലത്ത്, അത് ഉപേക്ഷിക്കപ്പെടും. ആർക്കും വേണ്ടാത്ത രീതിയിൽ അത് അനാഥമായി നടക്കുന്ന അവസ്ഥയുണ്ടാകും. അത്തല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥം അല്ലേ. ഉത്തുല എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവിന്, ഒഴിവ് ദിവസത്തിന് അറബിയിൽ ഉത്തുല എന്നാണ് പറയാം, അവധിക്ക്. അപ്പോൾ അങ്ങനെ ആർക്കും വേണ്ടാതായി ഈ ഒട്ടകം നടക്കും. വ ഇദൽ വുഹൂഷു ഹുഷിറത്ത്. വുഹൂഷ് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ, മനുഷ്യനോട് ഇണങ്ങാതെ കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്കാണ് വുഹൂഷ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്താണ് വന്യമൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിനെക്കുറിച്ച് പറയാൻ കാരണം? ഖിയാമത്ത് നാളിൽ അതിനു മുമ്പ് ഒട്ടകങ്ങളെ ഉപേക്ഷിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വ്യക്തമാണ്. കാരണം ആളുകളൊക്കെ അവരുടെ അമലുകളെക്കുറിച്ച് ചിന്തിച്ച്, ഭാവിയെക്കുറിച്ച് ചിന്തിച്ച്, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ അവസ്ഥകൾ കണ്ട് അവരുടെ സമ്പത്തും മറ്റെല്ലാം മറന്നുപോകും. അതാണ് ഒട്ടകങ്ങളെ ഉപേക്ഷിക്കുമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വന്യമൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? 3 കാര്യങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ നീതിയുടെ പൂർണ്ണത. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒട്ടകങ്ങളെ, ഈ വന്യമൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലതുഅദ്ദന്നൽ ഹുഖൂഖു ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഹക്കുകൾ, അവകാശങ്ങൾ ഓരോരുത്തർക്കും കിട്ടാനുള്ളത് അതിൻ്റെ അവകാശികൾക്ക് കിട്ടാനുള്ളവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അല്ല, ദുനിയാവിൽ പല ഹക്കുകൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ സമ്പത്ത് ചിലപ്പോൾ പലരും അന്യായമായി പിടിച്ചു വെക്കുന്നുണ്ടാകും. അത് ചിലപ്പോൾ ഭൗതികമായ ഗവൺമെൻറ്റുകളുടെ ഒക്കെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആളുകൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടായേക്കാം. അതിനും സാധിക്കാത്ത ദുർബലരുണ്ടാകും. പക്ഷെ കഴിവുള്ളവനാണെങ്കിൽ നിയമത്തിൻ്റെ വഴിയിലൂടെ തൻ്റെ സമ്പത്ത് തിരിച്ചെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ദുനിയാവിൽ ഭരണകൂടങ്ങളുടെ നിയമങ്ങൾ ഒരു മനുഷ്യൻ്റെ എല്ലാ ഹക്കും സംരക്ഷിക്കുന്നുണ്ടോ? പല നിയമങ്ങളും മനുഷ്യൻ്റെ ഹക്ക് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഒരിക്കലും പൂർണ്ണമായ നീതി ഉണ്ടാവുകയില്ല. നമ്മുടെ പല ഹക്കുകളും നമുക്ക് നഷ്ടപ്പെടും. ഈ ഹക്കുകളെല്ലാം അതിൻ്റേതായ അവകാശികൾക്ക് തിരിച്ചു കിട്ടും. സമ്പത്ത് മാത്രമല്ല, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ടാകും. അന്യായമായി കൊല്ലപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അവർക്ക്, അവരുടെ ബന്ധുക്കൾക്ക്, അവരുടെ കുടുംബത്തിലെ ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ ഈ മരിച്ച വ്യക്തിക്ക്, അയാൾക്ക് അള്ളാഹുവിൻ്റെ ഖദറാണ്, പക്ഷേ അയാൾക്ക് നഷ്ടപ്പെടുന്നത് അയാളുടെ ആയുസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തൊക്കെ ഹക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു നൽകപ്പെടുക തന്നെ ചെയ്യും. ഹത്ത, ഏതുവരെ? ഹത്ത യുഖാദ ലിഷാത്തിൽ ജൽഹാഇ മിനഷാത്തിൽ ഖർണ. ഒരു കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള അവകാശം തിരിച്ചു പിടിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതിന് തിരിച്ച് കുത്തിപ്പിക്കും. ഈ കൊമ്പില്ലാത്തതിന് അള്ളാഹു കൊമ്പുണ്ടാക്കിയിട്ട് മറ്റേ ആടിനെ കുത്താൻ പറയും. അപ്പോൾ ചെറിയ ഒരു ഹക്ക് വരെ അന്ന് നഷ്ടപ്പെടുകയില്ല. ആരെങ്കിലും നമ്മെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹക്ക് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്ന് കിട്ടും. ഇതിൽ 2 നിലക്ക് നമുക്ക് സമാധാനമുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ 2 ആശയങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, നമ്മുടെ ഒരു ഹക്കും പാഴായി പോവുകയില്ല. അല്ലേ, പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെ ഒരു ആശങ്കയുള്ളത് പോലെയാണ്. ദുനിയാവിൽ നമുക്ക് അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ മുസീബത്തുകൾ, എല്ലാ മുസ്ലിമീങ്ങൾക്കും പൊതുവായി നഷ്ടപ്പെടുന്ന അവകാശങ്ങൾ, അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ട് പരിധി വിട്ട് വിഷമിക്കുന്ന ആളുകളെ കാണാം. വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നേരെ എന്തൊക്കെ അക്രമം സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ എന്തൊക്കെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ, ആ അവകാശങ്ങൾ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ലതുഅദ്ദന്നൽ ഹുഖൂഖു ഇലാ അഹ്ലിഹ. ഈ പറഞ്ഞ അളവിൽ അള്ളാഹു താല നീതി നടപ്പിലാക്കും. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ഉപദ്രവിച്ചതുപോലും അള്ളാഹു വെറുതെ വിടുകയില്ല. രണ്ടാമത്തെ ആശയം, ഈ വന്യമൃഗങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യും, അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ ആശയം, അക്രമം ചെയ്യുന്നവർക്ക് അതിലൊരു താക്കീതുണ്ട്. അല്ലേ, ആരെയെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ അന്യായമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ദുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ദുൽമ് ആ വ്യക്തി മറന്നുപോയത് കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ദുർബലത കൊണ്ടോ അതില്ലാതെയാകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെട്ടാലും ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും.
അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ രണ്ട് കാര്യങ്ങൾ. ആക്രമിക്കപ്പെടുന്ന ആളുകൾക്കൊരു ആശ്വാസവാക്കാണ്, ആക്രമിക്കുന്നവർക്ക് താക്കീതാണ് ഈ വന്യമൃഗങ്ങളെ വരെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞത്. കാരണം വന്യമൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടി അവർക്കിടയിൽ അള്ളാഹു നീതി നടപ്പിലാക്കുമെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഈ വന്യജീവികളെക്കുറിച്ച് പറയാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനോട് ഇണങ്ങാത്ത ജീവികളാണ്. അതുകൊണ്ടാണ് ഇതിന് വഹ്ശ് എന്ന് പറയുന്നത്, വുഹൂഷ് എന്ന് പറയുന്നത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? വഹ്ശ് എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു നിലക്കും നമ്മുടെ പ്രകൃതത്തോട് യോജിക്കാത്ത ഒരാളുടെ കൂടെ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ എത്തിപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥക്കാണ് വഹ്ശത്ത് എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാഹചര്യത്തിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. അപ്പം അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ഇണക്കം തോന്നാത്ത വസ്തുക്കൾക്കാണ്, ആ അവസ്ഥക്കാണ് വഹ്ശത്ത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വഹ്ശത്ത് തോന്നുന്ന ആളുകളാണ് ഈ വന്യമൃഗങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഇണക്കി വളർത്തുന്ന ഒരു ജീവിയുടെ കൂടെ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ സാധാരണ മനുഷ്യനോട് ഇണങ്ങുന്ന മൃഗങ്ങളുടെ കൂടെ അവന് ഇരിക്കാൻ പറ്റും, അതിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ സാധിക്കും. എന്നാൽ ഒരു വന്യമൃഗമാണെങ്കിലോ അത് നമുക്ക് പേടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും മനുഷ്യനോട് ഇണങ്ങാത്തത്, അതുകൊണ്ടാണല്ലോ ഇണങ്ങുക എന്നുള്ള വാക്ക് തന്നെ പറയുന്നത് എന്താണ്? നമുക്കതിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും. അതിന് പറ്റാത്തതാണ് ഈ വന്യമൃഗങ്ങൾ. ഈ വന്യമൃഗങ്ങൾ മനുഷ്യൻ്റെ കൂടെ മഹ്ശറിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് ആർക്കും പേടിയില്ല, ആരും പേടിച്ചോടുന്നില്ല. ഈ മൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നുമില്ല. എന്തുകൊണ്ടാണ്? അത്രയും ഭയാനകമായ സംഭവങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് ഈ മൃഗങ്ങൾക്കും മനുഷ്യനും പരസ്പരം ഉപദ്രവിക്കാനോ പേടിച്ചോടാനോ ഒന്നും തോന്നുന്നില്ല. അതുപോലെ ഈ മൃഗങ്ങൾക്കിടയിൽ മൂന്നാമത്തെ കാര്യം ഇതാണ്, വന്യമൃഗങ്ങളെക്കുറിച്ച് പറയുന്നതിലെ മൂന്നാമത്തെ ഉദ്ദേശം. ഈ മൃഗങ്ങൾ തമ്മിൽ അന്ന് ഉപദ്രവിക്കുന്നില്ല. ദുനിയാവിൽ അവർ പരസ്പരം കൊന്ന് തിന്നുമായിരുന്നു, പക്ഷെ അവിടെ അവർ വിചാരണ കാത്തിരിക്കുകയാണ്. കാരണം ആ മൃഗങ്ങൾ പോലും പരലോകത്തെ വിചാരണയും സ്വർഗ്ഗനരകങ്ങളുമൊക്കെ അതിനെപ്പറ്റിയുള്ള ചിന്ത കൊണ്ട് പേടിയിലാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. വഇദൽ ബിഹാറു സുജ്ജിറത്ത്. അടുത്തതായി കടലുകളെക്കുറിച്ച്, സമുദ്രങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. സുജ്ജിറത്ത്. സുജ്ജിറ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥം തഫ്സീറുകൾ കാണാം, മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഒന്ന്, ഈ സമുദ്രങ്ങളെല്ലാം ഒന്നാക്കി മാറ്റും, അതെല്ലാം അതിനിടയിലുള്ള കരകളിലൂടെ കവിഞ്ഞൊഴുകി ഒന്നായി മാറും. ഇപ്പോൾ നമ്മൾ ഓരോ കടലിനും അതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നും കടലുകളൊക്കെ ഒന്ന് തന്നെയാണ്. അത് പരസ്പരം ഒന്നായിട്ട് തന്നെയാണ് ഭൂമിയിൽ നിൽക്കുന്നത്. പക്ഷേ അതിനിടയിലൊക്കെ കരകളുള്ളത് കൊണ്ട് നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. ഓരോ കരയുടെ അടുത്ത് നിൽക്കുന്ന കടലിന് അതിൻ്റെ പേരിട്ട് കൊടുക്കും. അറബിക്കടൽ എന്ന് പറഞ്ഞാൽ ജസീറത്തുൽ അറബിൻ്റെ അടുത്തുള്ളതാണ്. പക്ഷേ ഈ പേരുകളൊക്കെ ഇല്ലാതെയാകും, കാരണം അത് കവിഞ്ഞൊഴുകും. രണ്ടാമത്തെ അർത്ഥം, ഈ കടൽ കത്തിക്കും എന്ന് തഫ്സീറുകൾ കാണാം, മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഇത് രണ്ടും സംഭവിക്കും. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നതിന് തടസ്സമില്ലാതെ, തമ്മിൽ വൈരുദ്ധ്യമില്ല. കടലുകളെല്ലാം കവിഞ്ഞൊഴുകുകയും അതാളി കത്തിക്കുകയും ചെയ്യും. വഇദൻ നുഫൂസു സുവ്വിജത്ത്. നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, നുഫൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം ആത്മാവുകൾ. സുവ്വിജത്ത്. എന്താണ് സുവ്വിജത്ത് എന്ന് പറഞ്ഞാൽ? മുൻഗാമികൾ 3 അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. ഒന്ന്, ഒരേ തരത്തിൽപ്പെട്ട ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഒരുപോലെയുള്ള അമലുകൾ ചെയ്ത ആളുകൾ, ഒരുപോലെയുള്ള സ്വഭാവമുള്ള ആളുകൾ. കാഫിറിൻ്റെ കൂടെ, മുഅ്മിൻ്റെ കൂടെ. അല്ല, ദുനിയാവിൽ ചിലപ്പോൾ ഒരേ വീട്ടിൽ തന്നെ മുസ്ലിമും കാഫിറും ഉണ്ടാകും, സ്വാലിഹായ ഒരാളും ഫാസിക്കായ ഒരാളും ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെയും നിലവാരത്തിനനുസരിച്ച് അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും. ഇതേ ആശയം വിശുദ്ധ ഖുർആനിൽ മറ്റ് സൂറത്തുകൾ വന്നിട്ടുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വഹ്ശുറുല്ലദീന ളലമു വഅസ്വാജഹും വമാ കാനു യഅ്ബുദൂൻ മിൻ ദൂനില്ലാഹി ഫഹദൂഹും ഇലാ സിറാത്തിൽ ജഹീം. വഹ്ശുറു, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അല്ലദീന ളലമു, അക്രമികളായ ആളുകളെ, അസ്വാജഹും, അവരുടെ ഭാര്യമാരല്ല. അവിടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഫിറോൻ്റെ ഭാര്യ മുസ്ലിമല്ലേ, ഏറ്റവും വലിയ അക്രമിയാണ് ഫിറോൻ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അസ്വാജഹും എന്ന് പറഞ്ഞാൽ അദ്റാബഹും, അവരുടെ സമന്മാരായിട്ടുള്ള, അവരോട് ഇണങ്ങിയിട്ടുള്ള, അവരുടെ അതേ സ്വഭാവങ്ങളുള്ള, അതേ നിലവാരമുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടുക. ഫഹദൂഹും ഇലാ സിറാത്തിൽ ജഹീം, അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി ആക്കുക എന്ന് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആശയമാണ് എന്ന് പറഞ്ഞ മുഫസ്സിരിങ്ങളുണ്ട്. രണ്ടാമത്തെ അർത്ഥം ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, സലഫുകൾ പറഞ്ഞിട്ടുള്ളത്, സ്വർഗാവകാശികളായ ആളുകളെ അവരുടെ ഇണകളുമായി ഒരുമിച്ച് കൂട്ടുക, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടും. സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്ന ആളുകളെ ഹൂർ ലൈനുമായിട്ട്, അതുപോലെ അവരുടെ ദുനിയാവിലെ
സ്വാലിഹത്തുകളായിട്ടുള്ള ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാരുമായിട്ടൊക്കെ അവരെ ഒരുമിച്ച് കൂട്ടുക എന്നതാണ് ഉദ്ദേശം. മൂന്നാമത്തെ അഭിപ്രായം, ശരീരവും ആത്മാവും തമ്മിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. വൈദൻ നുഫൂസു സുവ്വിജത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ, മരണത്തോടു കൂടി നമ്മുടെ ശരീരവും ആത്മാവും വേർപിരിഞ്ഞു. ശരീരം മണ്ണിലേക്ക് വെച്ചു, ആത്മാവ് സാലിഹാണെങ്കിൽ മുഅ്മിനാണെങ്കിൽ സ്വർഗത്തിലും, കാഫിറാണെങ്കിൽ സിജ്ജീൻ 7 ഭൂമികളുടെയും താഴെ സിജ്ജീനിലാണ് എന്ന് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കും, വീണ്ടും ശരീരവും ആത്മാവും തമ്മിൽ യോജിപ്പിക്കും എന്നാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഈ 3 അഭിപ്രായവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തഫ്സീറുകൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു റിവായത്ത്, അതുപോലെ തന്നെ 2ാമത്തെ റിവായത്ത്, 3ാമത്തെ റിവായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 അഭിപ്രായങ്ങളും പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ 3ഉം ശരിയാണ്. അല്ലാഹു തആല ഒരുപോലെയുള്ള അമലുകൾ ചെയ്ത ആളുകളെ കൂട്ടമാക്കും, അവരെ ഒരുമിച്ച് കൂട്ടും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളായ സ്വർഗാവകാശികളായ ആളുകളെ അവരുടെ ഇണകളുമായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. അതുപോലെ ശരീരവും ആത്മാവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. ഇതെല്ലാം അന്ന് സംഭവിക്കാനുള്ളതാണ്. വഇദൻ നുഫൂസു സുവ്വിജത്ത് വഇദൽ മൗഊദതു സുഇലത്ത്. മൗഊദത്ത് എന്ന് പറഞ്ഞാൽ വഅദ എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് മൂടി എന്നാണ്. വഅദ് എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് മൂടൽ. മൗഊദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂടിയ കുട്ടി, പെൺകുട്ടി, അതാണ് മൗഊദത്തുൻ എന്ന് മുഅന്നസായി പറഞ്ഞത്. നമുക്കറിയാം ജാഹിലിയ കാലത്ത് അറബികൾ ചെയ്തിരുന്നതാണ്. പെൺകുട്ടികളെ അവർ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു. അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ സുഇലത്ത്, ചോദിക്കപ്പെടും, ബി അയ്യി ദംബിൻ ഖുതിലത്ത്, എന്ത് തെറ്റ് കാരണമാണ് അവളെ കൊല ചെയ്തത്, എങ്ങനെയാണ് അവൾ കൊല്ലപ്പെട്ടത് എന്ന്. ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു മോശമായ രീതിയായിരുന്നു, തെറ്റായ ആചാരമായിരുന്നു പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക. അല്ലാഹു തആല സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, പെൺകുട്ടി ജനിച്ചിരിക്കുന്നുവെന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ, ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, അവൻ്റെ മുഖം ഇരുണ്ടുപോകും. യതവാറാ മിനൽ ഖൗം, അവൻ ആളുകൾക്കിടയിൽ നിന്ന് അകന്ന് ഒഴിഞ്ഞു പോകും. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, അവന് ജനിക്കാൻ പോകുന്ന ഈ കുട്ടി, അവനോട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള ഈ അല്ലെങ്കിൽ ജനിച്ച ഈ കുട്ടി എന്ന് പറയുന്നത് അത് മോശമായത് കാരണം, പെൺകുട്ടിയായത് കാരണം. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്, അതിനെ ഈ നിന്യത സഹിച്ചുകൊണ്ട് ജീവനോടെ വളർത്തണോ, അം യദുസ്സുഹു ഫിത്തുറാബ്, അതല്ല മണ്ണിലിട്ട് മൂടണോ. അലാ സാഅ മാ യഹ്കുമൂൻ, അവരുടെ ഈ തീരുമാനം എത്ര മോശമാണ്. അഥവാ ജാഹിലിയ കാലത്ത് അവർ ചെയ്തിരുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തിരുന്നത്? 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് ദാരിദ്ര്യം, രണ്ടാമത്തേത് പെൺകുട്ടികൾ ഒരപമാനമായിട്ടാണ് അവർ കണ്ടിരുന്നത്, പെൺകുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അതെന്താണ്? ജാഹിലിയ കാലത്ത് ഫാഹിഷത്തുകൾ, വ്യഭിചാരം പോലെയുള്ള വൃത്തികേടുകൾ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി വ്യഭിചരിച്ചു എന്ന് പറയുന്നത് ഉപ്പാക്ക് ചീത്തപ്പേരാണ്, ആൺകുട്ടിയെ പോലെയല്ല. അത് കാരണമായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അങ്ങനെ കൊല്ലപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കും, വഇദൽ മൗഊദതു സുഇലത്ത്, അതിനോട് ചോദിക്കും എന്നാണ് പറയുന്നത്. ബി അയ്യി ദംബിൻ ഖുതിലത്ത്, എന്ത് കാരണമാണ് കൊല്ലപ്പെട്ടത് എന്ന്. അപ്പോൾ ഇവിടെ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അതൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനോട് എന്താണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം, അത് തബ്കീത്ത് എന്ന് പറയുന്നത്. തബ്കീത്ത് എന്ന് പറയുന്നത് ഒരാളെ അപമാനിക്കുക, ഒരു കുറ്റവാളിയെ അപമാനിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്നതിനാണ് തബ്കീത്ത് എന്ന് പറയുക, നിന്ദിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ളൊരു പ്രയോഗം ഖുർആനിൽ സൂറത്ത് മാഇദയിൽ കാണാം. ഈസ അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല ചോദിക്കും, വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു അമ്പിയാക്കളോട് സംസാരിക്കുന്ന രംഗത്തെക്കുറിച്ചാണ് സൂറത്തുൽ മാഇദയിൽ പറയുന്നത്, അവസാനത്തെ പേജിൽ, 2 പേജുകളിൽ. അപ്പോൾ അതിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഅൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെയും എൻ്റെ ഉമ്മയെയും അള്ളാഹുവിന് പുറമെ ആരാധിക്കണമെന്ന് നീയാണോ അവരോട് പറഞ്ഞത് എന്ന് ഈസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും. ഇത് ഒരു അപമാനിക്കലാണ്, നിന്ദിക്കലാണ്. ആർക്ക്? നസാറാക്കൾക്ക്. അവരോട് അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഈസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ്. അവർ ചെയ്ത ഈ കുഫർ, ഈ ഷിർക്ക്, അതിന് യാതൊരു തെളിവുമില്ല, ഈസാ അലൈഹി ഇസ്ലാം അവരോട് അതിന് കൽപ്പിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അതുപോലെയാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്. അതാണ് ഉദ്ദേശം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഖാലിൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു ഫായിദ കാണാം. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, അദ്ദേഹത്തിൻ്റെ തഫ്സീർ എടുക്കുന്ന ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇങ്ങനെയുള്ള വഅദ്, ജീവനോടെ കുഴിച്ചു മൂടുക എന്ന് പറയുന്ന സമ്പ്രദായം ജാഹിലിയ കാലത്തുള്ളതുപോലെ
ഇന്ന് നിലവിലില്ല. പക്ഷേ ഇന്ന് പുതിയൊരു ഇതുണ്ട്, പുതിയൊരു രീതിയിൽ ഈ സമ്പ്രദായം ആളുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്താണ്? പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ വളർത്തുക, ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ട തെർബിയത്ത് പെൺകുട്ടികൾക്ക് കൊടുക്കുക. ഇതൊരു തരത്തിലുള്ള ഇതാണ്, പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ്. കാരണം എന്താണ്? അവൾ യഥാർത്ഥത്തിൽ പെൺകുട്ടിയാണ്. ആൺകുട്ടിയുടെ സ്വഭാവവും ആൺകുട്ടികളുടെ രീതികളും ആൺകുട്ടികൾക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ പെൺകുട്ടികളുടെ തലയിൽ വെച്ച് കൊടുത്തതോടുകൂടി അവളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു. അവൾ മരിച്ചതുപോലെയാണ്. ആൾക്കൊരു പെണ്ണായി പിന്നെ ജീവിക്കാൻ സാധിക്കുകയില്ല. ആൾക്ക് പിന്നെ ഒരു ജോലിയില്ല എന്നുള്ള വിഷമമാണ്, സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ദുഃഖമാണ്, വീട്ടിൽ കുടുങ്ങിപ്പോയി എന്നുള്ള വിഷമമാണ്. അങ്ങനെ അവളുടെ ജീവിതം അർത്ഥമില്ലാതെയാക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് സ്ത്രീകളോട്? വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. വീടാണ് അവരുടെ പ്രവർത്തന മേഖല. വീട് ഭരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. വകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഓരോരുത്തർക്കും അള്ളാഹു അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി അഹ്ലിഹ. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ ഭരണാധികാരിയാണ്. അപ്പോൾ വീട് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സ്ഥാനവുമാണ്, ഉത്തരവാദിത്വവുമാണ്. എന്നാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. നേരെ മറിച്ച് ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ, അവർക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ, അതിലൊക്കെ അവരോട് മത്സരിച്ച് ഒപ്പത്തിനൊപ്പം എത്തിയാൽ മാത്രമേ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നൊരു പെൺകുട്ടി പഠിച്ച് മനസ്സിലാക്കിയാൽ എന്തായി? സ്വാഭാവികമായും പ്രകൃതിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള നിയമം അവൾ അനുസരിക്കേണ്ടി വരും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഒന്നുകിൽ അവൾ വീട് മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഉമ്മയായി മാറും, അതല്ലെങ്കിൽ വീടിൻ്റെ ഉത്തരവാദിത്വവും വേറെ എന്തെങ്കിലും ഒരു ജോലിയും കൂടിയുള്ള ഇരട്ടിപ്പണിയുള്ള ഒരാളാകും. എന്തായാലും ഈ ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ല. എത്ര പുരോഗമനമുള്ള കുടുംബത്തിലാണെങ്കിലും, എത്ര പുരോഗമനമുള്ള പെൺകുട്ടിയാണെങ്കിലും, വിദ്യാഭ്യാസമുള്ളവളാണെങ്കിലും. അപ്പോൾ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഭാരമായി മാറും. അത് ഒരു തരത്തിലുള്ള കുഴിച്ചുമൂടലാണ് എന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഭ്രൂണഹത്യ, ഗർഭത്തിലുള്ള കുട്ടി പെൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയുക എന്നുള്ളത് അതിന്നും വളരെ പ്രചാരത്തിലുണ്ട്. വളരെ പുരോഗമിച്ച നാടുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലുള്ളത്. അപ്പോൾ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നതും കഴിഞ്ഞു പോയതുമായൊരു സമ്പ്രദായം മാത്രമല്ല, ഇന്നും നടക്കുന്ന കാര്യം തന്നെയാണ് ഈ ഇത് എന്ന് പറയുന്നത്. അല്ലെ, വളരെ പുരോഗതിയുള്ള ചില രാജ്യങ്ങളെന്ന് പറയുന്ന നാടുകളിൽ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം വിലക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്? അറിഞ്ഞാൽ കൊല്ലും. അതുകൊണ്ടാണ്. വളരെ അധസ്ഥിതന്മാർ അല്ലെങ്കിൽ പുരോഗതി ഇല്ലാത്തവർ, പിന്തിരിപ്പന്മാർ, ദരിദ്രന്മാർ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ, ഇപ്പോൾ പാകിസ്ഥാനിൽ ഇത് നിയമവിരുദ്ധമല്ല. ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം ഇവിടെ വിലക്കിയിട്ടില്ല. കാരണം എന്താ? അവർ മുസ്ലിങ്ങളാണ്, അവർ കൊല്ലൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് ഇന്നും ലോകത്ത് നടന്നു വരുന്നതും വളരെ മോശമായ ഒരു കാര്യമാണ്, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യമാണ്. ജനിച്ചതിന് ശേഷം കൊല്ലാൻ പാടില്ലെങ്കിൽ അതിന് തുല്യമായ അവസ്ഥയാണ് ഇസ്ലാമിൽ. അല്ലേ, റൂഹ് ഊതി കഴിഞ്ഞാൽ അത് മനുഷ്യനായി. റൂഹ് ഊതുന്നത് എപ്പോഴാണ്? 120 ദിവസമാകുമ്പോൾ, 4 മാസമാകുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ഈ കൊല്ലപ്പെട്ട കുട്ടികളോട് അള്ളാഹു അവരോട് ചോദിക്കുന്നതിനെക്കുറിച്ച് പറയാൻ കാരണം അത് ആ കുട്ടിയെ കൊന്നവരോടുള്ള അവർക്കുള്ള ഒരു ശിക്ഷയാണ് ആ ചോദ്യമെന്ന് പറയുന്നത്. ബി ഐ ദംബിൻ ഖുത്തിലത്ത് വ ഇദ സുഹുഫു നുഷിറത്ത്. കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ, സഹീഫത്ത് എന്ന് പറഞ്ഞാൽ രേഖ, ഏട് എന്നൊക്കെ അർത്ഥം. അപ്പോൾ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഈ ഏടുകൾ നുഷിറത്ത്, അത് വിതരണം ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അത് തുറക്കപ്പെട്ടാൽ, അപ്പോൾ നമുക്കറിയാം അല്ലാഹു തആല നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം. അല്ലെ, ഈ സൂറത്ത് തക്വീറിൽ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സൂറത്തുൽ ഇൻഫിത്താർ, അതുപോലെ തന്നെ സൂറത്തുൽ മുത്തഫിഫീൻ, ഇങ്ങനെയുള്ള സൂറത്തുകളിലൊക്കെ ഈ അവസാനത്തെ ജുസയിൽ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് മനുഷ്യൻ്റെ രേഖയെക്കുറിച്ച്, ഈ സഹീഫത്തുൽ അമാലിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് ഈ പറയുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. മാ യൽഫിദു മിൻ ഖൗൽ, ഒരു വാക്ക് നമ്മൾ പറയുന്നത് പോലും ഇല്ലാ ലദീഹി റഖീബുൻ അതീദ്, രേഖപ്പെടുത്താതെ പോവുകയില്ല. വാക്ക് പറയുന്നത് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രവൃത്തികൾ തീർച്ചയായും രേഖപ്പെടുത്തും. അപ്പോൾ മനുഷ്യൻ്റെ അമലുകൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നമ്മളത് എത്ര നിസ്സാരമെന്ന് വിചാരിച്ചാലും, നമുക്ക് യാതൊരു വാല്യൂവും ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചാലും അതങ്ങനെ ഇല്ലാതെ ആവുന്നില്ല. അള്ളാഹുവിൻ്റെ കണക്കിൽ ഓരോ മനുഷ്യൻ്റെയും ഓരോ നിമിഷത്തെയും പ്രവൃത്തികൾക്ക് വിലയുണ്ട്. അത് അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഈ രേഖയെക്കുറിച്ച് പറയുന്നത്. ചില മശായിഖുമാർ, ഉലമാക്കൾ പറഞ്ഞത് കാണാം, നമ്മുടെ അമലുകൾ നന്നാവാൻ, സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ, മാസിയത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാനൊക്കെയുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ രേഖയെക്കുറിച്ച് ചിന്തിക്കുക. അല്ലെ, ഇപ്പോൾ ഒരാൾ നമ്മളടുത്ത് ഒരു ദിവസം ഇരുന്നിട്ട് ഒരു ദിവസം മുഴുവൻ
നമ്മുടെ കൂടെ ഒരാൾ നടന്ന് നമ്മുടെ പ്രവൃത്തികളൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെയായിരിക്കും അന്ന് ജീവിക്കുക? വെറുതെ എഴുതി വെക്കുന്നു, ശിക്ഷയില്ല, പക്ഷെ എഴുതുന്നു എന്ന് മാത്രം. എങ്കിൽ പോലും നമ്മളന്ന് വളരെ നന്നായി ജീവിക്കാൻ ശ്രമിക്കും. എഴുതിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അത് കാണുമെന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ എത്ര സൂക്ഷ്മതയോടെയായിരിക്കും നമ്മൾ ജീവിക്കുക? പക്ഷേ ഈ എഴുതുന്നത് ആരാണ്? മലക്കുകളാണ്. എഴുതിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇത് കാണാൻ പോകുന്നത് ആരാണ്? എല്ലാവരും കാണും നാളെ പരലോകത്ത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ വമാ അമിലത് മിൻ സൂ. നാളെ പരലോകത്ത് താൻ ചെയ്ത നന്മയും തിന്മയും മനുഷ്യൻ കാണും. അങ്ങനെ കാണുമ്പോൾ തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ. ഈ അമലുകളും താനും തമ്മിൽ വളരെ അകലത്തിലായിരുന്നെങ്കിൽ, ഇത് കാണാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് മനുഷ്യൻ അന്ന് ആലോചിക്കും, ചിന്തിച്ചു പോകും. വയുഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹു. അള്ളാഹു ഇത് നിങ്ങൾ താക്കീത് ചെയ്യുകയാണ്, ഈ അവസ്ഥ വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള ഖേദം ഉണ്ടാവാതിരിക്കാൻ. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു താല പറഞ്ഞു, പരലോകത്ത് അള്ളാഹു താല അമലുകൾ എഴുതി ഈ രേഖ പ്രദർശിപ്പിക്കുന്ന രംഗത്തെക്കുറിച്ച്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻഷൂറ. അവൻ്റെ രേഖകൾ, അവൻ്റെ അമലുകൾ എഴുതിയ രേഖ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. ഇഖ്റ കിതാബക്, നിൻ്റെ രേഖ നീ വായിച്ചു നോക്കുക. ഈ അമലുകൾ അതിലെന്തെങ്കിലും ദുൽമുണ്ടോ എന്ന് നോക്കുക. കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ, ഇന്ന് നിൻ്റെ ഹിസാബ് നീ തന്നെ നടത്തിയാൽ മതി എന്ന് പറയും. അത്രയും കൃത്യമായി നമ്മുടെ അമലുകൾ അവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടാകും എന്നർത്ഥം. ഈ രംഗം ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യാനാണ് അള്ളാഹു താല ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത്. വ ഇദ സമാഉ കുശിത്വത്ത്. അതുപോലെ അടുത്ത സംഭവത്തെക്കുറിച്ച്, ഖിയാമത്തിൻ്റെ സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. ആകാശം കുശിത്വത്ത്. കുശിത്വം എന്ന് പറഞ്ഞാൽ ഒട്ടി നിൽക്കുന്ന ഒരു വസ്തുവിനെ പറിച്ചെടുക്കുന്നതിനാണ് കശത്വ എന്ന് പറയാം. അപ്പോൾ ആകാശം, നമുക്കറിയാം 7 ആകാശങ്ങളുണ്ട്. ഈ 7 ആകാശങ്ങൾ അള്ളാഹു തആല ചുരുട്ടും. യൗമ നത്വി സമായി കത്വയ്യി സിജില്ലി ലിൽ കുതുബ്. ഒരു എഴുത്തുകാരൻ തൻ്റെ കടലാസ് എഴുതി കഴിഞ്ഞിട്ട് ചുരുട്ടുന്നത് പോലെ ആകാശം അള്ളാഹു ചുരുട്ടിപ്പിടിക്കും എന്ന് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളും വന്നിട്ടുള്ള കാര്യമാണ്. വഇദ സമാഉ കുശിത്വത് വഇദൽ ജഹീമു സുഇറത്. അതുപോലെ നരകം ആളി കത്തിക്കപ്പെടും. സഅറ എന്ന് പറഞ്ഞാൽ കത്തിച്ചു, അങ്ങനെ നരകം കത്തിക്കപ്പെടും. വഇദൽ ജന്നതു ഉസ്ലിഫത്ത്. സ്വർഗം അടുത്തു കൊണ്ടുവരും. ആളുകൾക്ക് കാണാവുന്ന തരത്തിൽ, മഹ്ശറിലിരിക്കുന്ന ആളുകൾക്ക് കാണാവുന്ന വിധത്തിൽ അവരുടെ അടുത്തേക്ക് സ്വർഗത്തെ കൊണ്ടുവരും. സ്വർഗത്തെ പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ച് മറ്റ് പല സൂറത്തുകളും കാണാം. ഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് സ്വർഗം അടുത്തു കൊണ്ടുവരും. ഗൈറ ബഈദ്, അകലെയല്ലാതെ അടുത്തായി കാണിച്ചു കൊടുക്കും. സൂറത്ത് ഖാഫിൽ അല്ലാഹു തആല പറഞ്ഞു. ഉസ്ലിഫ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് അർത്ഥം. അസ്ലഫ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചു. ഉസ്ലിഫ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കപ്പെട്ടു. ഈ ആയത്തുകളിൽ ഇപ്പോൾ കഴിഞ്ഞ 13 ആയത്തുകളിലായി പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന, ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന 12 സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ അവസാനത്തെ ജുസയിലെ സൂറത്തുകൾ വളരെ പ്രധാനമാണ്. ഇതിൽ പറഞ്ഞ പല സംഭവങ്ങളും വലിയ വലിയ സൂറത്തുകളിൽ വലിയ ആയത്തുകളിലായി പറഞ്ഞത് കാണാം. സൂറിൽ ഊതുന്ന 2ാമത്തെ ഊത്തിനെക്കുറിച്ച് സൂറത്ത് സുമറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പർവ്വതങ്ങളെക്കുറിച്ച് സൂറത്ത് നംലിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ വലിയൊരു ആയത്തിലായിരിക്കും. ഇപ്പോൾ സൂറത്ത് നംലിൽ വത്തറൽ ജിബാൽ തഹ്സബുഹ ജാമിദൻ വഹിയ തമുറു മറ സഹാബ്, ആ പറഞ്ഞതിനെക്കുറിച്ച് ഇവിടെ വൈദൽ ജിബാലു സുയ്യിറത്ത്. അപ്പോൾ ചുരുക്കിയാണ് പറയുന്നതെങ്കിലും കൂടുതൽ വിശദമായി ഈ സൂറത്തുകളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തുകൾക്ക് മുഫസ്സലാത്ത് എന്നുള്ള പേര് വന്നത്. എന്താ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ? വിശദമായി പറയുന്ന സൂറത്തുകൾ. വിശദമായി പറയുന്നതെന്ന് പറയാൻ കാരണം, ഒരു സംഭവത്തെക്കുറിച്ച് ചുരുക്കിയാണ് പറയുന്നതെങ്കിലും കുറേ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിശാലമായ ആശയങ്ങളുണ്ട് ഈ അവസാനത്തെ ജുസയിലുള്ള സൂറത്തുകൾക്ക്. മറ്റൊരു അർത്ഥം മുഫസ്സൽ എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, ഫസ്ല് എന്ന് പറഞ്ഞാൽ ആയത്തുകളുടെ അവസാനത്തിനാണ് ഫസ്ൽ എന്ന് പറയാം. അറബിയിൽ സംസാരം നിർത്തുന്നതിനാണ് ഫസ്ൽ എന്ന് പറയാം. അപ്പോൾ ഫസ്ലുകൾ കൂടുതലാണ്, അഥവാ ആയത്തുകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ള അർത്ഥവുമുണ്ട്. ഇത് രണ്ടും ശരിയാണ്. അവസാനത്തെ ജുസയിൽ ആയത്തുകളുടെ എണ്ണം കൂടുതലാണ്, അതുപോലെ തന്നെ വിശദാംശങ്ങൾ കൂടുതലാണ്. ഇത്രയും സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, ആലിമത് നഫ്സുൻ മാ അഹ്ദറത്ത്. ഈ സംഭവങ്ങളൊക്കെ കഴിയുമ്പോൾ ഓരോ മനുഷ്യർക്കും മനസ്സിലാകും മാ അഹ്ദറത്ത്, താൻ എന്താണ് ഹാജരാക്കിയിട്ടുള്ളത്, അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാകും. അവരവരുടെ അമലുകളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ഭയാനകമായ സംഭവങ്ങൾ കാണുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ അമലുകൾ മാത്രമേ ഉള്ളൂ. ഒരു ഹദീസിൽ കാണാം, അള്ളാഹു തആലയോട് സംസാരിക്കുന്ന രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ, മാമിൻകും അഹദുൻ, നിങ്ങൾ ഒരാളും ഒഴിവാവുകയില്ല, ഇല്ലാ സയുക്കല്ലിമുഹു റബ്ബുഹു, തൻ്റെ റബ്ബുമായി സംസാരിക്കാത്തതായിട്ട്, ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു ദ്വിഭാഷി, ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ നേർക്കുനേരെ അള്ളാഹുമായി സംസാരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഫയന്ദുറു ഐമന മിൻഹു, അവൻ വലത്തോട്ട് നോക്കും, ഫലാ യറ ഇല്ലാ മഖദ്ദം, ഫയന്ദുറു അശ്അമ മിൻഹു ഫലാ യറ ഇല്ലാ മഖദ്ദം, ഇടത്തോട്ട് നോക്കും, അവൻ്റെ പാപങ്ങൾ അത് മാത്രമേ കാണുകയുള്ളൂ. വയന്ദുറു തിൽഖാ വജ്ഹിഹി, അവൻ മുന്നോട്ട് നോക്കും, ഫലാ യറ ഇല്ല നാർ, അവിടെ നരകം മാത്രമേ കാണുകയുള്ളൂ. ഫത്തഖുന്നാറ വലോ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊണ്ടെങ്കിലും ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അന്ന് അവനവൻ്റെ അമലുകളാണ് മനുഷ്യൻ്റെ മുന്നിൽ ഉണ്ടാവുക. ആ അമലുകളുടെ ഗൗരവം ഇത്രയും സംഭവങ്ങളെക്കുറിച്ച്, ഇത്രയും സംഭവങ്ങൾ കാണുമ്പോൾ അവന് ബോധ്യപ്പെടും, ഇനി സംഭവിക്കാൻ പോകുന്ന സ്വർഗവും നരകവും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അമലുകൾ മാത്രമേ ഉള്ളൂ എന്ന് മനുഷ്യന് ഉറപ്പാകും. അപ്പോൾ ഈ ആയത്തുകളുടെ ചുരുക്കം ഇതാണ്. സൂറത്തുകളിൽ, വിശുദ്ധ ഖുർആനിലെ ഈ അവസാനത്തെ ജുസയിലെ സൂറത്തുകളിൽ പരലോകത്തെക്കുറിച്ച്, ഖിയാമത്ത് നാളിൻ്റെ ഈ ഭയാനകതയെക്കുറിച്ച് ഏറ്റവും വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തു തക്വീർ. അപ്പോൾ ഇത്രയും ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞ ഈ സംഭവങ്ങൾ, ഖിയാമത്ത് നാളിലെ സംഭവങ്ങളൊക്കെ, അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെല്ലാം അതിനുശേഷം വരാനിരിക്കുന്ന നരകത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അതുപോലെ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കാനുള്ളതാണ് മനുഷ്യൻ. അവിടെ ഉപകാരപ്പെടുക ഈമാനും അമലുസ്സാലിഹാത്തും മാത്രമായിരിക്കും. അതാണ് ആവർത്തിച്ച് പറയുന്നത്. വൈദ സുഹഫു നുശിറത്ത്, മനുഷ്യൻ്റെ രേഖകളെക്കുറിച്ച് പറഞ്ഞു. അവസാനമായി അലിമത്ത് നഫ്സും മാ അഹ്ദറത്ത് എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ അമലുകൾ കൊണ്ട് ഈ രംഗത്ത്, ഈ സംഭവ വികാസങ്ങളിൽ ഉറച്ചു നിൽക്കാനും രക്ഷപ്പെടാനും ശ്രമിക്കുക എന്നതാണ് ഈ പറയുന്ന ആയത്തുകളുടെ ഉദ്ദേശം. ഇതിലൊരു ചെറിയ സംശയം തോന്നാം. സൂറത്തിൻ്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ആയത്ത് ഇദ ശംസു കുവ്വിറത്ത് എന്ന് പറഞ്ഞു. ഇദ ശംസു കുവ്വിറത്ത്, സൂര്യൻ ചുരുട്ടിക്കളഞ്ഞാൽ, അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടാൽ എന്നൊക്കെയാണ് അർത്ഥം നമ്മൾ പറഞ്ഞു. സൂര്യനെ ചുരുട്ടിപ്പിടിക്കുകയും അതിനെ ചുരുട്ടി ചെറുതാക്കുകയും അതിൻ്റെ പ്രകാശം നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഒരു ഹദീസ് വന്നിട്ടുണ്ട്, അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൂര്യൻ തലക്ക് മുകളിലായിരിക്കും. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന ശംസ ലതദ്നു മിൻ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൃഷ്ടികളുടെ തലക്ക് മുകളിലേക്ക് അടുപ്പിക്കും സൂര്യനെ എന്ന്. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ പ്രകാശം നഷ്ടപ്പെടും, അതുപോലെ സൂര്യനെ ചുരുട്ടും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പ്രകാശം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അതിന് പിന്നെ ചൂടുമില്ല. ഈ തലക്ക് മുകളിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഒരു അദാബിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ഭയാനകതയായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ചൂട് സഹിക്കാതെ വിയർപ്പിൽ മുങ്ങും എന്നൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരുമിച്ച് സംഭവിക്കുക? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നത്, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏതൊരു സംഭവത്തിനും പൊതുവായി ബാധകമായൊരു നിയമമുണ്ട്. അതെന്താണ്? ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്ന പല സംഭവങ്ങളും ആയത്തുകളിലും ഹദീസുകളിലും കാണാം. അതൊക്കെ തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഖിയാമത്ത് നാളിൻ്റെ അളവ് എത്രയാണ്? 50,000 വർഷമാണ്. അപ്പോൾ 50,000 വർഷത്തിനിടയിൽ ഒരേ വസ്തുവിന് തന്നെ പല അവസ്ഥകളുണ്ടാകും. ഉദാഹരണത്തിന് അള്ളാഹു പാപികളെക്കുറിച്ച് പറഞ്ഞു, യൗമ തബ്യദ്ദു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹ്, അന്ന് ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യും. വെളുപ്പ്, കറുപ്പ്. മറ്റൊരായത്തിൽ പറഞ്ഞു, യൗമ നഹ്ശറുൽ മുജ്രിമീന വയുഹ്ശറുൽ മുജ്രിമീന വയുഹ്ശറുൽ മുജ്രിമൂന യൗമഇദിൻ സുർഖ, അഫ്വൻ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ, അന്നേ ദിവസം പാപികളെ നാം ഒരുമിച്ച് കൂട്ടും. സുർഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീല നിറമായിക്കൊണ്ട് എന്നാണ്. അവരുടെ മുഖം നീല നിറമായിരിക്കും. ഒരു സ്ഥലത്ത് കറുപ്പ് എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് നീല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ മുഖം ശരിക്കും ഏതാ കളറ്? അന്നത്തെ അവസ്ഥക്കനുസരിച്ച് 50,000 വർഷത്തിനിടയിൽ നടക്കാൻ പോകുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒരു പ്രാവശ്യം അവരുടെ മുഖം കറുപ്പാകും, ഒരു പ്രാവശ്യം നീലയാകും. അതൊക്കെ അന്ന് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ, ഈ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പോൾ പർവ്വതങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, 4-5 അവസ്ഥകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പൊടിയാക്കും, പറത്തും, അങ്ങനെ കുറച്ച് പല പല പ്രയോഗങ്ങൾ കാണാം. അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഈ 50,000 വർഷത്തിനിടയിൽ പല അവസ്ഥകൾ അതിന് ഉണ്ടാകും. ഇത്രയുമാണ് ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർത്തിയാക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.